Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സ് ആട്ടോ. കൊറോണ ടൈമിൽ കുടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രിങ്ക്സ് ആണ്. നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. അതുപോലെ പനി, ചുമ, ജലദോഷം, തൊണ്ടവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മളൊരു വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം പെട്ടെന്ന് മാറാനായിട്ടൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, ആ ചെറുനാരങ്ങയുടെ തൊലി ചീന്തിയെടുത്താട്ടോ, കുറച്ച് തേൻ, വെള്ളം. ആദ്യമേ ഒരു സോസ് പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ നാരങ്ങയുടെ തൊലി, കറുവപ്പട്ട, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അത്ര ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇടണം കേട്ടോ. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഈ ചേർത്തേക്കുന്ന എല്ലാ സാധനങ്ങളും പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന അതിനൊക്കെ നല്ലതാട്ടോ. ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ കാലത്ത് മാത്രമല്ല, അല്ലാതെ നമുക്ക് പനി, ചുമ, ജലദോഷം, തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ഇതുപോലെ നമുക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാട്ടോ. ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഒത്തിരി നല്ലതാണ്. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അത് ഒരു 1.5 കപ്പ് വെള്ളമായിട്ടൊന്ന് കുറഞ്ഞു വരണം കേട്ടോ. അത് വരെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇത് ചേർക്കേണ്ട ചെറുനാരങ്ങ കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ നാരങ്ങയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല വൈറ്റമിൻ സി നല്ല ധാരാളമായിട്ട് ഉണ്ടാവും കേട്ടോ. ഈ കൊറോണയുടെ ടൈമിൽ തന്നെ ഇഞ്ചിയും നാരങ്ങയും കൂടി ചേർത്ത് വെള്ളം ധാരാളം കുടിക്കുന്നത് ഒത്തിരി നല്ലതാട്ടോ. നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ നല്ലതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നാരങ്ങ നീര് ഒഴിച്ചു. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് തേനാണ്. തേനിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേനില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ തേനാണ് എപ്പോഴും പനിക്കും ജലദോഷത്തിനും ചുമയ്ക്കൊക്കെ നല്ല സാധനം. ഞാൻ അത് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു ഡ്രിങ്ക്സ് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡ്രിങ്ക്സ് ആട്ടോ ഇത്. അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ഡ്രിങ്ക്സിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. തുളസി ഇലയും കുരുമുളകും ചുക്കൊക്കെ ചേർത്തിട്ടുള്ള അതും ഇതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഒത്തിരി നല്ലൊരു ഡ്രിങ്ക്സ് ആട്ടോ. അപ്പോൾ ഇതുപോലെ ഈ കൊറോണ ടൈമിൽ നമ്മൾ ഇതുപോലെ നമ്മളൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. അപ്പോൾ പനിയെ പ്രതിരോധിക്കാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് ഇങ്ങനെയൊരു ഡ്രിങ്ക്സ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.